ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാൽ. നല്ല സോഫ്റ്റ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറയാം, നല്ല സോഫ്റ്റ് പഞ്ഞ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അരി വേണം, അത് 4 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം. അതേപോലെ തന്നെ അവൽ വേണം, അതൊരു കപ്പ്. അതേപോലെ തന്നെ 1 കപ്പ് ചോറ്, പിന്നെ നാളികേരം. അത് നല്ലോണം ചേർത്താൽ നല്ല രുചി ഉണ്ടാവും കേട്ടോ. പിന്നെ നാടൻ കള്ള് കിട്ടിയിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ, നല്ല മധുരമുണ്ട് കേട്ടോ അത്. പിന്നെ പഞ്ചസാര. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലൊക്കെ അരി ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അംഗത്തിനനുസരിച്ച് അരി ഇടാം. വീട്ടിലെത്ര അംഗമുണ്ട് അത്ര അനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അവലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അവൽ 1 കപ്പ് തന്നെ മതി, 1 കപ്പ് മതി, അധികം ചേർക്കല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട്, അത് 1 കപ്പ് മതി കേട്ടോ. തേങ്ങ നല്ലോണം ചേർത്താൽ നല്ലതാണ്, ഇതൊന്നും അത്ര ചേർക്കണമെന്നില്ല, ഇത് കുറച്ച് ചേർത്താൽ. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അരക്കുന്നുണ്ട്, അരച്ച് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ച കള്ളുണ്ടല്ലോ, നല്ല നാടൻ കള്ള്, അത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ലേശം പഞ്ചസാര ചേർക്കുന്നുണ്ട്, അത് നിങ്ങളെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ. മധുരം വേണവരാണെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇത് പൊങ്ങി വരണമല്ലോ, അപ്പോൾ പാത്രത്തിലിട്ട്. ഇന്ന് ചൂട് കാലം ആയതുകൊണ്ട് വേഗം പൊങ്ങി വരും, തണുപ്പ് കാലം ആയതുകൊണ്ട് അങ്ങനെ പൊങ്ങി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് ചൂടുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കാം. അപ്പോൾ നോക്കി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്, നന്നായിട്ട് കാണുമ്പോൾ അറിയാതെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടുകാലമായതുകൊണ്ട് വേഗം പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഞാനിന്നൊരു പ്ലേറ്റിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ പുരട്ടിയിട്ടുണ്ട്, അത് വിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് മാവ് കോരി വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് കാണുമല്ലോ, അതിൽ ഹോൾസെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത്രയോളം പ്രതീക്ഷിച്ചതാ. വെന്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് അപ്പാണ്, കാണുമ്പോൾ പറയാം, നല്ല സോഫ്റ്റ് അപ്പായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്, അത് വിജയിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല സോഫ്റ്റ് അപ്പം. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ്. ഓക്കെ, ബായ്.